ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഭൂട്ടാനിൽ സമുദ്രനിരപ്പിൽ നിന്ന് 10,000-ൽ പരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ നെസ്റ്റിലേക്കാണ്. ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ദൂരം ട്രക്കിംഗ് ചെയ്ത് വേണം നമുക്ക് ടൈഗർ നെസ്റ്റിൽ എത്തിച്ചേരാൻ. ഇത്രയും ദൂരം ട്രക്കിംഗ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ ടൈഗർ നെസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നു. വിനോദസഞ്ചാരികൾക്ക് ട്രക്കിങ്ങിന് 1000 ഇന്ത്യൻ രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു 1000 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. മോഡറേറ്റ് ഗണത്തിൽപ്പെടുന്ന ടൈഗർ നെസ്റ്റ് ട്രക്കിംഗ് മഴയുള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഡിഫിക്കൽട്ട് ട്രക്കിംഗ് റേഞ്ചിലേക്ക് മാറി. ഗൈഡ് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും മല കയറാൻ എളുപ്പത്തിന് 100 രൂപ ബേസ് ക്യാമ്പിൽ കൊടുത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാടകയ്ക്ക് എടുത്തു. ആദ്യത്തിൽ അതിൻ്റെ ആവശ്യം വരില്ല എന്ന് തോന്നിയിരുന്നു എങ്കിലും മല കയറി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആവശ്യം ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പകുതി ദൂരം വരെ കുതിരപ്പുറത്ത് മല കയറാൻ നമുക്ക് സാധിക്കും. പക്ഷേ ട്രക്കിങ്ങിൻ്റെ അനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളെല്ലാവരും നടന്നു കയറാൻ തന്നെ തീരുമാനിച്ചു. ക്ഷീണം തോന്നുമ്പോൾ ഇടയ്ക്ക് വിശ്രമിച്ചും വീണ്ടും നടന്നുമൊക്കെ ഞങ്ങളുടെ ട്രക്കിംഗ് തുടർന്നു. ട്രക്കിംഗ് ചെയ്ത് പകുതി ദൂരമാകുമ്പോൾ തന്നെ അങ്ങ് ദൂരെ മലയിടുക്കിൽ ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി നമുക്ക് കാണാൻ സാധിക്കും. പൊടി നിറഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ വഴിയിൽ നല്ല രീതിയിൽ വഴുക്കലുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ളവരിൽ അവിടെ വീഴാത്തവർ വളരെ കുറവായിരുന്നു. നല്ല രീതിയിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ മൊണാസ്ട്രിക്ക് അടുത്തെത്തുന്തോറും മൂടൽമഞ്ഞ് ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. 1692 ഈ ആശ്രമം ഇവിടെ നിർമ്മിക്കുന്നത്. യാതൊരുവിധ ആധുനിക സൗകര്യങ്ങളുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇത്രയും കുത്തനെയുള്ള പാറക്കെട്ടിന്മേൽ എങ്ങനെ ഈ ആശ്രമം നിർമ്മിച്ചു എന്നുള്ളത് ഇത് കാണുന്ന എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. 1998 ഒരു വലിയ തീപിടുത്തത്തിൽ ഈ മൊണാസ്ട്രിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം ഭൂട്ടാൻ സർക്കാർ ഇത് കൃത്യമായി പുനർനിർമ്മിച്ച് പഴയതുപോലെ തന്നെയാക്കി. ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറിയാൽ നമുക്ക് മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കാം. പക്ഷേ അവിടെ മൊബൈൽ ഫോൺ അനുവദിക്കുന്നതല്ല. ഓരോ ദിവസവും മൊണാസ്ട്രി സന്ദർശിക്കുന്നതിന് 10,000-ൽ പരം ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. അതിൽ പലരും ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി ട്രക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഈ രാജ്യത്ത് വരുന്നവരുമുണ്ട്. സാധാരണ 2.5-3 മണിക്കൂറിൽ നടന്ന് എത്തുന്ന ഈ ട്രക്കിംഗ് റൂട്ട് മഴയായതുകൊണ്ട് ഞങ്ങൾ നടന്ന് എത്താൻ ഏകദേശം 5 മണിക്കൂറോളം സമയം എടുത്തു. ഭൂട്ടാൻ യാത്രയിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മേഘങ്ങൾക്കും അപ്പുറമുള്ള ഈ അത്ഭുത ലോകത്തു നിന്നും തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറഞ്ഞു.